ഇതാണ് റൈസസ് എം വി. റൈസസ് എം വിയിലെ ഓണറാണ് വോറസ്റ്റ് ഗെയിമർ. ഇനി ഞാൻ റൈസസ് എം വി കളിക്കാൻ പോവാണ്. എന്താണ് എൻ്റെ പേര്? കൊളാബ് സെക്ഷനിൽ വോറസ്റ്റ് ഗെയിമർ ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആരാന്ന് ഞാൻ കാണിച്ചു തരട്ടെ ഗൈസ്. വോറസ്റ്റ് ഗെയിമർ. താങ്ക് യു. ഈ ഡേറ്റ് വെച്ച് ഞാൻ ഇനി വലിയ മല തന്നെ ഉണ്ടാക്കൂടാ. ബഹുമാനത്താടാ, ഈ ഡേറ്റാണ് തരുന്നത്. ടൈമും ബ്ലോക്കാ തരണ്ടേ. അപ്പം ഇന്ന് എടാ നിന്റെ ടീമിൽ ഒരാൾ ഫ്രീ ആണെങ്കിൽ എന്നെ കേട്ടാവാ. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് സ്ഥലം തപ്പണം. എടാ നീ എനിക്കില്ലേ ഒരു കുഞ്ഞു സഹായം ചെയ്തു തരാവാ? എനിക്കൊരു വില്ലേജിനടുത്ത് സ്പോൺ ആക്കി തരാവാ. അവിടെ ആരും വരല്ലേ. ഒരു 2 ലക്ഷം 3 ലക്ഷം ബ്ലോക്ക് ദൂരെ ആയാലും മതി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും കയറിയിരിക്കുകയാണ് റൈസസ് എം വി. ഞാൻ തുടക്കം പറഞ്ഞെന്ന് തോന്നുന്നു. കൊന്നാടാ എൻഡർമാവനെ കൊന്ന് എഗ് എടുക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട്. എത്ര രൂപ? 2 ലക്ഷം. പിന്നെ 500 രൂപ. 500 രൂപയോ? നമുക്ക് 500 രൂപക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാവോ? ഒരു ഫുൾ മന്തി കിട്ടില്ല, ഹാഫ് മന്തി കിട്ടും വയ്ക്കും അല്ലേടാ? എടോ, ഇത് ഞങ്ങള് ഈ സെർവറിൽ ഉണ്ടാക്കിയ ബേസ് എങ്ങനെയുണ്ട്? ഞങ്ങൾ ഉണ്ടാക്കിയത് എപ്പടി ബ്രോ, ചൈനക്കാരെ കോപ്പി അടിച്ചാണോ? യു ഇൻസ്പയർഡ് ബൈ ചൈനക്കാർ. അകത്തേര് നോക്കിട്ട് റേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ വോർസ് ഗെയിമറായ ഈ സർവറിൻ്റെ ഓണറായതിൻ്റെ വീട് ചെക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ സർവറിൽ കയറിയത് അറിയാമല്ലോ. ചുമ്മാ സർവറിൽ കയറുക, ഡയമണ്ട് ആർമർ ആവുക. പിന്നെ പറ്റുകയും കേസ് നമുക്കില്ലേ, നമുക്ക് എന്താ പറയുന്ന വോർസ് ഗെയിമറിൻ്റെ വീട് തന്നെ ലൂട്ടിക്കൊണ്ട് പോവാം. അറിയത്തില്ല പോട്ടെ. ഒന്നും കേട്ടില്ലല്ലോ അല്ലേ? വീട് ഫുൾ സെക്യൂരിറ്റി ആണല്ലോടാ. ലേസർ കള്ളന്മാര് വരുമ്പോ ചത്തു നോക്കൂ അല്ലേടാ. പീക്കളൊക്കെ ഉണ്ടല്ലോ. ഇവന്മാര് പ്രോയാ. ഞാൻ എങ്ങാണ് എന്തേലും എടുത്തോണ്ട് പോയാ ആ നിമിഷം എന്റെ കാര്യം തീരുമാനമായി. അപ്പം നമ്മൾ പറഞ്ഞ പ്ലാൻ മാറ്റിയേക്കാം. ആഹാ, എനിക്ക് ചെസ്റ്റ് ഓർക്കാൻ പറ്റത്തില്ല. ആ റൂള് ഞാൻ മറന്നുപോയി. ഇത് കൊള്ളാം. ഇത്ര ഉള്ളായിരുന്നു. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു. ഇത്രയും വലുതായിട്ടപ്പോ ഞാൻ വിചാരിച്ച് ഒരുപാട് റൂമാണോന്ന്. ബട്ട് എന്റെ എക്സ്പെക്ട് എല്ലാം താർത്തടാ. കുഞ്ഞു വീട്. അപ്പം ഞാൻ റേറ്റ് ചെയ്യാണ്. പുറകിൽ നോക്കുമ്പം വലുതാണ്, അത്തറുമ്പോൾ ചെറുതാണ്. അപ്പം 10ൽ 8 ഹാപ്പി. ഞാൻ 2 മൈനസ് ചെയ്തതിനുള്ള കാര്യം പറയാം. ഒന്നാമത്, നിനക്ക് ഇതിത്തിരി വലുതാക്കായിരുന്നു. ചെറുതാട്, അധികം സാധനങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. അതാണ്. ചെയ്യുവോ? അപ്പം ഞാൻ രണ്ടാമതൊന്ന് മീറ്റർ റേറ്റ് ചെയ്യാം കേട്ടാ. അപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞ് വീണ്ടും വരാം. എന്നിട്ട് വീണ്ടും റേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എത്തി. എവിടെടാ വില്ലേജ്? എന്നാ കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഒരു എക്സ്പി ഫാം ഉണ്ടാക്കിയിട്ട് മറ്റേ ഗോൾഡൻ ആപ്പിൾ വഴി മറ്റേ അത് ചെയ്തോളാം. അതാകുമ്പോൾ വില്ലേജ് കിട്ടുമല്ലോ. അപ്പം വോറൻ ഗെയിമറേ, ഇങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും വേണ്ട. എനിക്കൊന്നും വേണ്ട. ഞാൻ ഇതിൽ നിന്ന് തന്നെ തുടങ്ങും. നോർമൽ പ്ലെയർ. പൈസ വേണ്ട. അത് ചുമ്മാ പറയാം. ഞാൻ ആൾക്കാരെ പോലെ പതിയെ പൊക്കോളാം. എനിക്ക് പറഞ്ഞു തന്നാ മതി. എങ്ങനെ ഈ സ്ഥലം ക്ലൈം ചെയ്യുന്നത് പറഞ്ഞാളാ. കാല് പിടിച്ചാളാ. എടാ, നിന്റെ വീഡിയോ കണ്ടിട്ട് പോലും എനിക്ക് മനസ്സിലാവില്ല സ്ഥലം എങ്ങനെ ക്ലൈം ആക്കണമെന്ന്. പറഞ്ഞാളാ, കാല് പിടിക്കാളാ. ഞാൻ എന്തായാലും തുടക്കം തന്നെ ഇവിടെ ഒരു വീടുണ്ടാക്കാൻ പോകുന്നു. ബേസിക് ആയിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വീടുണ്ടാക്കാം ഗൈസ്.
പറ്റുമെങ്കിൽ അയൺ ആർമർ. ഒരു ഷവലെടുക്കുക. ഷവല് കണ്ടാ? ആ എന്നിട്ട് ഒരു കോർണർ മാർക്ക് ചെയ്യുക. അപ്പൊ ഡയമണ്ട് ആയിട്ട് വന്ന കണ്ട അതിന്റെ ഓപ്പോസിറ്റ് പോയി മാർക്ക് ചെയ്യുക. അപ്പൊ അതാണ്ട് ഈ ഒരു സ്ക്വയർ നമ്മൾ ക്ലെയിം ആക്കി. അപ്പൊ ഈ സ്ക്വയർ എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നേ? ഡിലീറ്റ് ചെയ്യുന്നത് /declaim എന്ന് അടിച്ചാൽ മതി. declaim. അപ്പൊ ഇല്ലേ ഞാനിപ്പോൾ ആ സ്ഥലം ക്ലെയിം ചെയ്ത് ഇവിടെയും ക്ലെയിം ചെയ്ത് അപ്പൊ എനിക്ക് ഈ സ്ഥലം മാത്രം ഡിലീറ്റ് ആക്കിയാൽ മതി. അത് ഡിലീറ്റ് ആക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ആ ക്ലെയിമിന്റെ അടുത്ത് വന്നിട്ട് ഏത് ക്ലെയിം ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിന്റെ അകത്ത് കയറി ഇരിക്കുക. എന്നിട്ട് declaim അടിക്കുക. /declaim. ഓ ഓക്കെ. ഇപ്പൊ നീ ഇവിടെ കയറി ഡീക്ലെയിം അടി. എനിക്ക് ഈ സ്ഥലം വേണം. ആ ഓക്കെ ഓക്കെ. താങ്ക് യു പറഞ്ഞതിന്. ആ ശവൂല് തന്നേക്ക്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. ശരി സ്ഥലം ഇവിടെ ഇരിക്കുക. ജസ്റ്റ് ഇവിടെ ഡൈമൺ ബ്ലോക്കായി. എന്നിട്ട് ഇവിടെ പോവുക. ഇവിടെ പോവുക. അതിച്ചിരി ഒത്തിരി ഇത് വേണം. എനിക്ക് അത്ര കഴിക്കാൻ പറ്റൂല. എനിക്ക് അതിനുള്ള ഇതില്ല. അത് 1 മണിക്കൂർ കളിക്കുമ്പം 800 വെച്ച് കിട്ടും ക്ലെയിം ബ്ലോക്ക്. ഇവന്മാര് വന്നിട്ട് എടാ ഈ ഡയമണ്ട് ബ്ലോക്ക് ഇത്ര കളർ ചെയ്യാൻ പറ്റുമോ? ഡയമണ്ട് ബ്ലോക്ക് എടുക്കാനൊക്കത്തില്ല. ഞാൻ ക്ലെയിം ചെയ്തു. ഇനി ഡിക്ലെയിം ചെയ്യുന്നത് പഠിക്കാം. /declaim. എടാ ഞാനൊരു മോഡ് ഉപയോഗിക്കുന്നുണ്ട് നൈറ്റ് വിഷൻ പോലെ. അത് ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമില്ല. ബാങ്ക് ഇട്ടായിരുന്നാ മതി. ഇല്ല അതിനൊന്നും ബാൻ കിട്ടത്തില്ല. /declaim അല്ലേ? DECLAIM. 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 DE-claim. ഓക്കെ. അതടിക്കുമ്പോ അവിടുത്തെ ക്ലെയിം പോവും. ഈ കവ് കണ്ടാ? ഈ കവിന് ഞാൻ കേട്ടിട്ടിട്ട് നിന്റെ പേര് കൊടുക്കും. ആരാണ് അടിക്കുന്നേ? ആണില്ലാതെ പോടാ, ദൂരെ പോടാ. ഞാനല്ല ഇത്. ഞാൻ MC അല്ല. ഒന്ന് ഇപ്പൊ ചത്തില്ലേ? ചത്ത് ഇപ്പൊ തിരിച്ച് ഇവിടോട്ട് വരണമെങ്കിൽ ACTP. അപ്പൊ ഈ നമ്മുടെ പെട്ടി എടുത്തോട്ട് വരും. പൈസ വല്ലതും പോവാ? ഇല്ല കേട്ടോ. നമ്മുടെ പെട്ടി നിങ്ങളുടെ തല ഇരിക്കുന്ന കണ്ടാ? സർവർ ചെയ്യണ്ട. ഈ തല ആരും അടിച്ചോണ്ട് പോകത്തില്ലല്ലോ അല്ലേ? തലക്കൊക്കെ ഭയങ്കര വാല്യൂ ആണ്. തലയൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ കൊള്ളാം. എടാ ഞാനില്ലേ പറഞ്ഞത് നീ കേട്ടായിരുന്നാ? ഈ കൗവിന്റെ പുറത്ത് നിന്റെ നെയിം ടാഗ് വെച്ച് നിന്റെ പേര് ഇതേ കുഴപ്പമുണ്ടാ? എനിക്കെന്ത് കുഴപ്പം? അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ വീട് കാണും. ഈ കൗവിന്റെ മണ്ണക്ക് നിന്റെ പേരും കാണും. ഫോറസ്റ്റ് ഗെയിമർ അപ്പൊ എടുത്തരായിരിക്കും. ഫോറസ്റ്റ് ഗെയിമർ പുല്ല് തിന്നുന്നു. ബ്രേക്കിംഗ് ന്യൂസ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതൊക്കെ ഇട്. അപ്പം പോവല്ലേ? നീ പോവല്ലേ വീട്ടിലോട്ട്? ഞാൻ പോവാ. ഒരു കാര്യം കൂടെ അവസാനമായിട്ട് പറയാനുണ്ട്. ഒരു കാര്യം കൂടെ ചോദിക്കാറുണ്ട്. ഹലോ. ഞാൻ കളിക്കുന്ന അനുസരിച്ചാണോ ഇത് കൂടുന്നേ? എടാ ക്ലൈം ബ്ലോക്ക് ഇല്ലേ? അത് ഞാൻ കളിക്കുന്ന അനുസരിച്ചാണോ കൂടുന്ന? ഇപ്പൊ 1 മണിക്കൂർ കളിച്ചാ 800 ക്ലൈം ബ്ലോക്ക് കിട്ടും. കുറവാണോ അത്? എന്താ പറയുമ്പം അത് ചുമ്മാ വന്ന് നിന്നാ കിട്ടും. നിങ്ങളിപ്പോ മൈനിങ്ങിന് പോയിട്ട് വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് 800 ക്ലെയിം ബ്ലോക്ക് ഒക്കെ കിട്ടും. അത് കൂടുതലാണ്. ടൈം ഔട്ട്. എനിക്ക് എന്തിനാ ടൈം ഔട്ട്? എനിക്ക് ടൈം ഔട്ട് എന്ന് പറയാൻ കാണിച്ച് ഫോറസ്റ്റ് ഗെയിമറെ എൻ്റെ വാറി നമ്മ രണ്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചിലപ്പോഴേ കാണത്തുള്ളൂ. എന്റെ ടീം കാണും, ഞാൻ കാണത്തില്ല. ഞാൻ ചിലപ്പോഴേ കാണും. കാര്യം നിന്റെ എൻ്റെ വാറിൽ നടക്കുന്ന ടൈമിൽ ഞാൻ വേറെ എവിടെയെങ്കിലും കള്ളപ്പട്ടി കൊല്ലാൻ നോക്കുന്നതാളാ. നിങ്ങള് സെല്ല് ചെയ്യാനൊക്കും. /സെല്ലടിച്ച് സെല്ല് ചെയ്യാനൊക്കും. നിന്റെ വിചാരം ഞാൻ മേടിക്കാനൊക്കും. പിച്ചക്കാരെന്നാണോ നിന്റെ വിചാരം? എന്റെ ചുമ്മാ എന്താടോ? കുഴപ്പമില്ല. എടാ ഈ വില്ലേജറിനൊക്കെ വാങ്ങാൻ കഴിയുക?
വില്ലേജേഴ്സിനെ പ്ലേയേഴ്സിന്റെ മേടിക്കാനൊക്കെ. പ്ലേയേഴ്സിനോട് ചോദിച്ചാൽ പ്ലേയേഴ്സ് വിൽക്കുന്നുണ്ട് വില്ലേജേഴ്സിനെ. എടാ ഡയമണ്ട് വാങ്ങാൻ കഴിയോ? ഡയമണ്ട് ബ്ലോക്ക് അങ്ങനെയല്ലോ നോക്കട്ടെ. എടോ പ്ലേയേഴ്സിന്റെ മേടിക്കാനൊക്കെ, അല്ലാതെ ഷോപ്പിൽ നിന്ന് കിട്ടത്തില്ല. ആ ഷോപ്പിൽ നിന്ന് കിട്ടത്തില്ലല്ലേ? പ്ലെയറിൻ്റെ എങ്ങനെ വാങ്ങുന്നത്? പ്ലെയറിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം? പ്ലെയറിന്റെ അടുത്തോട്ട് TP അടിച്ചിട്ട് അവന് പൈസ കൊടുക്കാനൊക്കും. പൈസ സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ ഇതിനകത്ത്. ആ അപ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. 100 രൂപ കൊടുക്കുന്ന ഡയമണ്ട് അവന്മാർ ഇപ്പം 300-500 ആക്കിയാൽ ഞാൻ തേങ്ങിയില്ലേ? അപ്പൊ പൈസക്ക് വേണ്ടി ഗ്രൈൻഡ് ചെയ്യണം, മനസ്സിലായോ? എടാ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പൈസ ഇടുന്ന ബാമ്പു അല്ലേ? വാല്യൂ ഉണ്ട്. ബാമ്പുവിനല്ലേ ഏറ്റവും കൂടുതൽ പൈസ? ബാമ്പു ഫാമിനാണ് ഇപ്പം പൈസ കൂടുതൽ. അപ്പം ഞാൻ അങ്ങോട്ട് ഒരു 16 ബാമ്പു അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് നിന്റെ മുന്നിൽ തന്നെ തുടക്കം ചെയ്യാം. നീ നിൽക്കുന്ന ബ്ലോക്കിൻ്റെ താഴെ ബാമ്പു. ഈ 4 സ്ഥലം ഫോറസ്റ്റ് ഗെയിമറിൻ്റെ ഒരു അടയാളം. വന്ന് ഇവിടെ നിന്നിട്ട് പോയൊരു അടയാളം. ഞാനും കൂടെ വേണം നാളെ, എനിക്കൂടെ വേണം. നിനക്കാ? ഈ ഫോറസ്റ്റ് ഗെയിമർ നടു എൻ്റെ ബേസി ഫോറസ്റ്റ് ഗെയിമർ നട്ടാ ഗൈസ്. അങ്ങനെ ഇത് പറയല്ലേ, ഫോറസ്റ്റ് ഗെയിമർ വന്നു. ഞാൻ എടുത്തടാ. തന്നു ഇൻവെന്ററി സ്ഥലമില്ല. ഗ്രാസ് ബ്ലോക്ക് നിറച്ചിരിക്കുക. ഇതിപ്പോ എന്റെ സ്ഥലം നട്ട് കഴിഞ്ഞിട്ട് എന്റെ സ്ഥലം ആക്കണം. പെട്ടെന്ന് എനിക്ക് സ്ഥലം ആക്കണം. ശരി ഞാൻ പോവാ. എന്നെ വേണ്ട VC വിളിക്കുന്നു, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ടാറ്റാ ബൈ ബൈ. താങ്ക് യു വന്നതിന്. എടാ പാമ്പ് വന്നിട്ടോളാ. എടാ എന്റെ ബാക്കി പാമ്പ് വന്നിട്ടോളാ. 100 രൂപ വാങ്ങിച്ച സാധനം പിന്നെ വേണ്ടാതെ. നമുക്ക് നമ്മളെ ചോദിച്ചൊന്നും തരത്തില്ല. ശരി, താങ്ക് യു. ബൈ ബൈ. ബൈ. ഞാൻ ഡിസ്കോളിലെ വോയിസ് കട്ടാക്കിയേക്കാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ വൈറസ് ഗെയിമർ നമ്മൾ കണ്ടു. അപ്പം നിങ്ങൾക്ക് ഹാപ്പി ആയില്ലേ? ഇനി ആരും പറയില്ലേ ഫോറസ്റ്റ് ഗെയിമറുമായിട്ട് നമ്മൾ കണ്ടില്ലെന്ന്? ഫോറസ്റ്റ് ഗെയിമറുടെ വീടും കണ്ടു. ഇനി നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നത്? എനിക്ക് വെബ്സൈറ്റ് കേട്ടാ കഴിച്ച്. വെബ്സൈറ്റ് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് എൻ്റെ ഏരിയ ആക്കിയേക്കാം. ഫോറസ്റ്റ് ഗെയിമർ പറഞ്ഞ പോലെ ഫോറസ്റ്റ് ഗെയിമർ പറഞ്ഞാൽ ഇപ്പം ബേസിക്കലി കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത് കാണിക്കുന്നേ ദിസ് വേൾഡ്. എടാ നമ്മൾ ക്ലൈം ചെയ്യണം, വലുതാക്കി ക്ലൈം ചെയ്യണം അല്ലേ? നിൽക്കുക അത് എന്തെങ്കിലും. സർവർ IP ഇമ്പോർട്ട് എപ്പോഴത്തെ പോലെ ഡിസ്ക്രിപ്ഷനിൽ ആൻഡ് അവൻ്റെ ഡിസ്കോഡ് ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. കേസ് സപ്പോർട്ട് ചെയ്യുക കേസ് അവൻ്റെ ചാനൽ. അപ്പം എല്ലാവരും ഫോറസ്റ്റ് ഗെയിമർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റെന്താ പറയുന്നത്, അങ്ങനെ ബാമ്പ് നട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പ്ലെയറിനെ കണ്ടത്. ആ പ്ലെയർ ആണെങ്കിൽ എനിക്ക് ടോട്ടമൊക്കെ തരുന്നത്. അത് വേണ്ടെന്നിട്ട് പറഞ്ഞിട്ട് പോലെ തന്നോണ്ടിരിക്കുന്നു. പറഞ്ഞ് എനിക്ക് വേണ്ടെന്ന്. ഞാൻ എൻ്റെ പരിപാടി വേണം കേട്ടോ. എൻ്റെ വീടുണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഞാൻ പറഞ്ഞ ഫോറസ്റ്റ് ഗെയിമിനായിട്ട് താല്പര്യം വരുമ്പോൾ വീടുണ്ടാക്കുമത്. അടുത്ത എപ്പിസോഡ് എങ്ങനെ വീടുണ്ടാക്കണം. എന്നിട്ട് അവൻ നിന്നില്ല ഗൈസ്. അവനാണെങ്കിൽ അവൻ്റെയിലുള്ള എല്ലാ സാധനം എനിക്കിങ്ങനെ വാരി എറിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ തിരിച്ചെടുക്കുന്നു, അവൻ ഇങ്ങോട്ടിരുന്നു, തിരിച്ചെടുക്കുന്നു, ഇങ്ങോട്ടിരുന്നു. ഞാനങ്ങനെ ഇവിടെ കോൾ മൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ എൻ്റെ മേത്തോട് ഡയമണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ എറിഞ്ഞു ഗൈസ്. എന്തിനാണെന്നൊന്നും അറിയില്ല. ടോട്ടമൊക്കെ തന്നു. ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചില്ല. ഞാൻ ആ സമയത്ത് കോൾ മൈൻ ചെയ്യുമായിരുന്നു. ഭയങ്കര ബിസി ആയിപ്പോയി ഗൈസ്. ബ്രോ എടാ എവിടെടാ അവൻ? പോയാ ഫിക്സേ പോയാ? എടാ പ്രൈമി എവിടെ പോടാ? എടാ ഞാൻ അങ്ങനെ TP അടിക്കും. /TP എങ്ങനെയാ പ്ലെയറിൻ്റെ ഒപ്പം അടിക്കുന്നേ? എനിക്കത് തിരിച്ചു കൊടുക്കണോടാ. ഞാൻ മറ്റുള്ള സാധനം വാങ്ങാറില്ല. TP ഷെയറാണ്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കാം. ഒരുപാട് ലാഗ് അടിക്കാൻ നെറ്റുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വീടുണ്ടാക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.